അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ ഭരണസമിതി രാജിവെച്ചതോടെ അധികാരമേറ്റെടുത്ത് അഡ്ഹോക് കമ്മിറ്റി ഉടൻ ചേരും. നിയമസഭ നടക്കുന്നതിനാൽ കൺവീനറായ രമേശ് പിഷാരടിയുടെ സൗകര്യം കൂടി പരിഗണിച്ചായിരിക്കും കമ്മിറ്റി ചേരുക. കണക്കുകളിൽ അവ്യക്തതയുണ്ട് എന്നതായിരുന്നു നിലവിൽ ഉണ്ടായിരുന്ന കമ്മിറ്റിക്കെതിരെ വന്ന പ്രധാനപ്പെട്ട ആരോപണം. ഇതിൽ വ്യക്തത വരുത്താനാകും ആദ്യ ശ്രമം. തിരഞ്ഞെടുപ്പ് 4 മാസത്തിന് ശേഷം നടത്താമെന്നതാണ് നിലവിലെ ധാരണ. കൊച്ചിയിൽ നിന്ന് ലാൽ കൃഷ്ണ ചേരുന്നുണ്ട്. ലാൽ, ഗുഡ് മോർണിംഗ്. ഒരു ചരിത്രപരമായ തീരുമാനമാണ് വനിതാ തലപ്പത്തേക്കെത്തി അമ്മയുടേത് എന്നൊക്കെയായിരുന്നു ഈ തൊട്ടു മുമ്പ് ഇരുന്ന ഭരണസമിതി വന്നപ്പോൾ പ്രഖ്യാപിച്ചത്, അല്ലെങ്കിൽ ഉദ്ഘോഷിച്ചത് താരങ്ങളും താരസംഘടനയും. അതിനും അതേ നില, അതിന് മുമ്പത്തെ സമിതിയുടെ അതേ നില, മുഴുവൻ പേരും രാജിവെച്ച് പുറത്തേക്ക് പോവുകയാണ്. ഈ താരസംഘടന എങ്ങോട്ടാണ് പോകുന്നത്? ഗുഡ് മോർണിംഗ് ഗോകുൽ, അമൃത. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ അധികാരപരിധിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും അമ്മയിലെ വിവാദങ്ങൾ ഇതിനോടകം തന്നെ കെട്ടടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല. പ്രധാനമായിട്ടും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കോണുകളിൽ നിന്ന് പല തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയുമാണ് സ്വന്തം അംഗത്വം പോലും രാജിവെച്ച് സംഘടനയിൽ നിന്ന് പുറത്തോട്ട് പോയിരിക്കുന്നത്. ഇവർക്കെതിരെ, ഈ കമ്മിറ്റിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇന്നലെ നടന്ന ജനറൽ ബോഡി യോഗത്തിൽ നടന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇനി മുന്നോട്ടില്ല, അത് തനിക്കൊരു പാവയായി തുടരാൻ കഴിയില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ശ്വേതാ മേനോൻ പുറത്തേക്ക് പോയത്. സ്വാഭാവികമായിട്ടും താനൊരു ഇരയാണ്, താൻ വേട്ടയാടപ്പെട്ടു, തനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന കാര്യങ്ങളെല്ലാമാണ് അവർ കൃത്യമായും പറഞ്ഞു വെക്കുന്നത്. ഇതിന് പുറത്താണ് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളടക്കമുള്ള ക്രമക്കേടുകൾ എന്ന വലിയ വിഷയം അവിടെ ഉയർന്നു വരുന്നത്. പല പരിപാടികളും നടത്തിയപ്പോൾ കൃത്യമായിട്ടുള്ള ഫണ്ട് വിനിയോഗം ഉണ്ടായില്ല. അമ്മയ്ക്ക് സാമ്പത്തിക ഭദ്രതയുള്ള ഒരു സംഘടനയാണ്, എന്നിട്ട് പോലും കൃത്യമായ കൂടിയാലോചനകൾ ഇല്ലാതെയാണ് പല പരിപാടികളും നടത്തിയതെന്ന് പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് സ്റ്റീഫൻ ദേവസിയുടെ ഒരു പ്രോഗ്രാം നടന്നതാണ്. 16 ലക്ഷം രൂപയെങ്ങാണ്ടാണ് ആ പരിപാടിക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയതെന്നാണ് പറയുന്നത്. പക്ഷേ ആ ഒരു പരിപാടിക്ക് അത്രയും ചിലവ് വരില്ലായിരുന്നു എന്നുള്ളതാണ് സംഘടനയിൽ പൊതുവിലുണ്ടായിരുന്ന നിലപാട്. അതോടൊപ്പം IFFKക്ക് ഒരു അത്താഴ വിരുന്ന് നടത്തിയിരുന്നു. അത് അനാവശ്യമായിട്ടുള്ള ചിലവായിരുന്നു. അത്തരത്തിലുള്ള ചിലവുകളുടെ ആവശ്യം സംഘടനയ്ക്ക് സത്യത്തിൽ ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ ദൂർത്തുകളുടെ ഒരു പേക്കൂത്തായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ കണക്കുകൾ കാണിക്കുന്നതിന് നിലവിൽ കമ്മിറ്റി കഴിഞ്ഞില്ല. കാണിച്ച കണക്ക് ഓഡിറ്റർ അംഗീകരിച്ചതല്ല എന്ന കാര്യം പറഞ്ഞതോടുകൂടി കൂടുതൽ വിവാദമാവുകയായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ രാജി അടക്കമുള്ള പുതിയ കാര്യങ്ങളിലേക്ക് പോയത്. എന്താണെങ്കിലും രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിലാണ് പുതിയ കമ്മിറ്റി വരുന്നത്, അഡ്ഹോക് കമ്മിറ്റി ആണെങ്കിൽ പോലും. പക്ഷേ നിയമസഭ ചേർന്നതിനാൽ രമേശ് പിഷാരടിയുടെ സൗകര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും, ഓൺലൈനായി ചേരാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കൂടി കൂടുതൽ സൗകര്യം പരിഗണിച്ചുകൊണ്ടായിരിക്കും നിലവിലുള്ള കമ്മിറ്റിയുടെ പ്രവർത്തനം മുന്നോട്ട് പോവുക. സാമ്പത്തികമായ ക്രമക്കേടിന് പുറമെ സംഘടനയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ പറഞ്ഞു പരിഹരിക്കുക, സംഘടനയെ വീണ്ടും ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള വലിയ വെല്ലുവിളി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ശരി ലാൽകൃഷ്ണ, അങ്ങനെ രണ്ടാമതും ഒരു അഡ്ഹോക് കമ്മിറ്റി വരികയാണ് അമ്മയിൽ. മുമ്പത്തെ ഭരണസമിതി ഒഴിഞ്ഞ് അഡ്ഹോക് കമ്മിറ്റി വന്നത്. അതിനുശേഷമാണ് ശ്വേതാ മേനോന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ കമ്മിറ്റി വന്നത്. ആ കമ്മിറ്റി ഒഴിഞ്ഞ് വീണ്ടും ഒരു അഡ്ഹോക് കമ്മിറ്റി വന്നിരിക്കുകയാണ്. തർക്ക വിഷയങ്ങളൊക്കെ അവിടെ തുടരുകയും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.